നമസ്കാരം. ആദ്യ വാർത്തയിലേക്ക്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻ മന്ത്രി വി.കെ. ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. പൂജപ്പുര വിജിലൻസ് പ്രത്യേക യൂണിറ്റിൽ രാവിലെ 11 മണിക്ക് ഇബ്രാഹിം കുഞ്ഞ് ഹാജരാകും. ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഇത് മൂന്നാം തവണയാണ് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യുന്നത്. ഈ മാസം 15-നും ചോദ്യം ചെയ്തിരുന്നു. ഇബ്രാഹിം കുഞ്ഞിന്റെ മൊഴി തൃപ്തികരമല്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണത്തിനായി RDS എന്ന കമ്പനിക്ക് 8.25 കോടി രൂപ മുൻകൂറായി നൽകിയതിൽ ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ടെന്നാണ് പ്രധാന ആരോപണം. കമ്പനി MD സുമിത് ഗോയൽ, മുൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി TO സൂരജ് എന്നിവർ ഇബ്രാഹിം കുഞ്ഞിനെതിരെ നേരത്തെ മൊഴി നൽകിയിരുന്നു. പണം മുൻകൂർ നൽകിയതിൽ തനിക്ക് പങ്കില്ലെന്നും TO സൂരജാണ് കുറ്റക്കാരനെന്നുമായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ നിലപാട്. എന്നാൽ വിജിലൻസിന്റെ പക്കലുള്ള രേഖകൾ മന്ത്രിക്ക് എതിരെന്നാണ് സൂചന. മന്ത്രിയായിരിക്കെ ഇബ്രാഹിം കുഞ്ഞ് ഒപ്പിട്ട നിരവധി രേഖകളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളും ഇബ്രാഹിം കുഞ്ഞിനോട് ചോദിച്ചറിയും. മറുപടി തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങാനാണ് വിജിലൻസ് നീക്കം. ഇബ്രാഹിം കുഞ്ഞിന് പിന്നാലെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ MD മുഹമ്മദ് ഹരീഷിനെയും ചോദ്യം ചെയ്യും. കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് വിജിലൻസ് നൽകുന്ന സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കണ്ണീരോർമ്മയായി ദേവനന്ദ. കൊല്ലം പള്ളിമൺ ഇളവൂരിലെ 6 വയസ്സുകാരി ദേവനന്ദയുടെ മരണത്തിലെ ദുരൂഹതയിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടരും. മൃതദേഹം കിട്ടിയ സ്ഥലത്ത് ദേവനന്ദ എങ്ങനെ എത്തിയെന്നതാണ് പ്രാഥമിക ഘട്ടത്തിൽ അന്വേഷിക്കുക. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരിക്കും അന്വേഷണത്തിന്റെ ഗതി തീരുമാനിക്കുന്നത്. ദേവനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിൽ പരിക്കില്ല, ബലപ്രയോഗത്തിന്റെ അടയാളങ്ങൾ ഒന്നുമില്ല. മാത്രമല്ല, കുട്ടിയുടെ രക്തക്കുഴലിലും ശ്വാസകോശത്തിലും ചെളിയും ജലവും കണ്ടെത്തിയിട്ടുണ്ട്. ഇതെല്ലാം പരിഗണിച്ചാണ് മുങ്ങിമരണമെന്ന നിഗമനത്തിലേക്ക് എത്തിയത്. എന്നാൽ ദേവനന്ദ എങ്ങനെ 200 മീറ്റർ അകലെയുള്ള ഇത്തിക്കരയാറിലേക്ക് എത്തിയെന്നതിൽ ദുരൂഹത തുടരുന്നു. തൊട്ടടുത്ത ആളൊഴിഞ്ഞ വീട് ചുറ്റി പോലീസ് നായ ഓടിയതും സംശയം വർദ്ധിപ്പിക്കുന്നു. വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോകുന്നതിനായാണ് ദേവനന്ദ സംഭവം നടന്ന ദിവസം സ്കൂളിൽ പോകാതിരുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ മണൽച്ചാക്ക് പാലത്തിന് അധികം ദൂരെയല്ലാതെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടി ക്ഷേത്രത്തിലേക്ക് ഒറ്റയ്ക്ക് പോയതാണോ എന്ന സംശയം നിലനിൽക്കുന്നു. എന്നാൽ ദേവനന്ദ ഒറ്റയ്ക്ക് വീടിനു പുറത്തേക്ക് ഇറങ്ങാറില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അന്വേഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 കൊല്ലം. സംസ്ഥാന സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയായ ലൈഫ് മിഷനിൽ 2 ലക്ഷം വീടുകൾ പൂർത്തിയായതിന്റെ പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഇതോടെ ഇന്ത്യയിൽ സർക്കാരുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഭവന നിർമ്മാണ പദ്ധതികളിൽ കുറഞ്ഞ സമയത്ത് പൂർത്തീകരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറും. വീടുകളുടെ താക്കോൽദാനത്തിന്റെ ഉദ്ഘാടനം കരകുളം പഞ്ചായത്തിലെ ഏണിക്കരയിൽ രാവിലെ 8:30 മുഖ്യമന്ത്രി നിർവഹിക്കും. SAP ക്യാമ്പിൽ നിന്ന് വെടിയുണ്ടകൾ കാണാതായ സംഭവത്തിൽ ഇന്ന് കൂടുതൽ പോലീസുകാരെ ചോദ്യം ചെയ്യും. ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങിയ SI റെജി ബാലചന്ദ്രനെ ക്യാമ്പിലെത്തിച്ച് തെളിവെടുക്കാനും സാധ്യതയുണ്ട്. വ്യാജ വെടിയുണ്ടകൾ എവിടെ നിന്ന് ലഭിച്ചു എന്ന കാര്യത്തിൽ റെജി കൃത്യമായ മറുപടി നൽകാത്തതാണ് അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത്. ക്യാമ്പിൽ നിന്നും ലഭിച്ചതാണെന്ന മൊഴി റെജി ആവർത്തിക്കുകയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം SAP ക്യാമ്പിലെ വെടിയുണ്ടകളുടെ കണക്കെടുപ്പ് തിങ്കളാഴ്ച നടത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. ADGP ടോമിൻ ജെ തച്ചങ്കരിയുടെ നേതൃത്വത്തിൽ രാവിലെ 11-നാണ് പരിശോധന. ഡൽഹി സാധാരണ നിലയിലേക്ക്. കലാപം നാശം വിതച്ച വടക്ക് കിഴക്കൻ ഡൽഹി സാധാരണ നിലയിലേക്ക്. സംഘർഷം ഒഴിഞ്ഞുവെങ്കിലും മേഖലയിൽ പോലീസ് നിരീക്ഷണം തുടരും. 42 പേർ കൊല്ലപ്പെട്ട സംഘർഷത്തിൽ 123 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 640 പേർ കസ്റ്റഡിയിലാണ്. ഡൽഹിയിൽ സംഘർഷം വ്യാപിച്ച പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. മിക്ക സ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു തുടങ്ങി. സംഘർഷവുമായി ബന്ധപ്പെട്ട് 100-ലധികം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അറസ്റ്റും തുടരുന്നു. സംഘർഷബാധിത പ്രദേശങ്ങളിൽ പോലീസ് തുടർച്ചയായി ഫ്ളാഗ് മാർച്ച് നടത്തുന്നുണ്ട്. കലാപബാധിത പ്രദേശങ്ങളിൽ ഇന്നലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ സന്ദർശനം നടത്തി. ആദ്യ ദിവസത്തെ സംഘർഷത്തിനിടെ വെടിയുതിർത്ത ഷാരൂഖിനായി അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. IB ഉദ്യോഗസ്ഥൻ അങ്കിത് ശർമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്
AAP നേതാവും കൗൺസിലറുമായ താഹിർ ഹുസൈനെ ഇന്ന് അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. കലാപത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ പ്രത്യേകം അന്വേഷിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. കൊറോണ ഭീതിയൊഴിയാതെ ലോകരാജ്യങ്ങൾ. ചൈനയ്ക്ക് പിന്നാലെ ഇറാനിലും മരണസംഖ്യ ഉയരുന്നത് കടുത്ത ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. ഔദ്യോഗിക കണക്കിൽ മരണം 34 മാത്രമാണെങ്കിലും ഇറാനിൽ മരണം 210 കഴിഞ്ഞുവെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട്. സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ വിദഗ്ധ സംഘം നാളെ ഇറാനിലെത്തും. അതേസമയം ഇറ്റലിയിൽ മരണം 21ആയി. ബ്രിട്ടനിലും ആദ്യ കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തു. ക്രൂയിസ് ഷിപ്പിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് പൗരനാണ് മരിച്ചത്. ഐസ്ലൻഡ്, നൈജീരിയ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലും കൊറോണ സ്ഥിരീകരിച്ചു. ചൈനയിൽ മാത്രം മരണം 2788-ലധികം ആയി. 85,000-ലധികം പേരാണ് ലോകത്താകമാനം ചികിത്സയിലുള്ളത്. ജനീവ ഇന്റർനാഷണൽ മോട്ടോർ ഷോ റദ്ദാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ മത്സരങ്ങൾ റദ്ദാക്കുമെന്ന് ഫിഫയും അറിയിച്ചു. അഫ്ഗാൻ സമാധാന കരാറിൽ ഇന്ന് അമേരിക്കയും താലിബാനും ഒപ്പുവയ്ക്കും. അഫ്ഗാനിൽ നിന്ന് US സേനയുടെ പൂർണ്ണമായ പിന്മാറ്റത്തിനുള്ള തീയതിയും കരാറിനൊപ്പം പ്രഖ്യാപിച്ചേക്കും. ദോഹയിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രതിനിധികൾക്ക് ക്ഷണമുണ്ട്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ വെച്ച് 2 വർഷത്തോളമായി നടന്നുവന്ന മാരത്തൺ റൌണ്ട് ചർച്ചകൾക്ക് ശേഷമാണ് അഫ്ഗാൻ സമാധാന കരാറിൽ അമേരിക്കയും താലിബാനും ഒപ്പുവയ്ക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ആണ് കരാർ നിലവിൽ വരുന്ന കാര്യം അറിയിച്ചത്. പ്രവാസികളുടെ വോട്ടവകാശത്തിൽ സമ്മർദ്ദം ശക്തമാക്കി NRI കമ്മീഷൻ. പ്രവാസികൾക്ക് തൊഴിലെടുക്കുന്ന രാജ്യത്ത് തന്നെ വോട്ട് ചെയ്യുന്നതിന് വേണ്ട നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് NRI കമ്മീഷൻ പ്രമേയം പാസാക്കി. ഏറെക്കാലമായുള്ള ആവശ്യമാണ് പ്രവാസികൾക്ക് അവർ തൊഴിലെടുക്കുന്ന നാട്ടിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇക്കാര്യത്തിൽ കമ്മീഷനും കേന്ദ്ര സർക്കാരും അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും നടപടികൾ ഇഴഞ്ഞു നീങ്ങി. ഈ സാഹചര്യത്തിലാണ് കാലതാമസം ഒഴിവാക്കി വോട്ടവകാശം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന പ്രമേയം കമ്മീഷൻ പാസാക്കിയത്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും മറ്റു സംസ്ഥാനങ്ങളിൽപ്പെട്ട ഇന്ത്യക്കാർക്കും വോട്ടവകാശം ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും ആവശ്യപ്പെടാൻ തീരുമാനിച്ചു. ഇതര സംസ്ഥാനങ്ങളിലെ NRI കമ്മീഷനുകളെയും ഒപ്പം കൂട്ടി സമ്മർദ്ദം ശക്തമാക്കും. പ്രവാസി വോട്ട് വിഷയത്തിൽ ഈ വർഷം ഏപ്രിലിൽ സുപ്രീംകോടതി വിധിയുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സപ്ലൈകോയുടെ കൊടുവള്ളി ഗോഡൌണിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ നടപടി വൈകുന്നു. 784 ക്വിന്റൽ ധാന്യങ്ങൾ കാണാതായിട്ടും 5 ഗോഡൌൺ ജീവനക്കാരെ താൽക്കാലികമായി മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തത്. കാണാതായ ധാന്യങ്ങൾ എവിടെയെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ല. 563 കിൻഡൽ പുഴുങ്ങലരി, 139 കിൻഡൽ പച്ചരി, 10 കിൻഡൽ മട്ടയരി, 72 കിൻഡൽ ഗോതമ്പ്. സപ്ലൈകോയുടെ കൊടുവള്ളി ഗോഡൌണിൽ നിന്ന് കാണാതായ ധാന്യങ്ങളുടെ കണക്കാണിത്. താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേടാണ് കണ്ടെത്തിയത്. പരിശോധനയിൽ ഭക്ഷ്യധാന്യങ്ങൾ കുറവുള്ളതായി കാണപ്പെട്ടു. ഭക്ഷ്യധാന്യങ്ങൾ സ്റ്റോക്കിൽ പച്ചരി 139 കിൻഡലും, പുഴുങ്ങല്ലരി 563 കിൻഡലും, മട്ട അരിയിൽ 10 കിൻഡലും, ഗോതമ്പിൻ്റെ സ്റ്റോക്കിൽ 72 കിൻഡലുമാണ് കുറവ് കാണപ്പെട്ടത്. ക്രമക്കേട് തെളിഞ്ഞിട്ടും 4 ഗോഡൌൺ ജീവനക്കാരെയും ദിവസവേതന തൊഴിലാളികളെയും താൽക്കാലികമായി മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തത്. ഗോഡൌൺ ഇൻചാർജായ ഓഫീസർ ഡിസംബറിൽ ചുമതല ഏറ്റെടുക്കുമ്പോൾ സ്റ്റോക്ക് കൃത്യമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 3 മാസം കൊണ്ട് ഇത്രയധികം ഭക്ഷ്യധാന്യങ്ങൾ എവിടെ പോയി എന്നതിന് സപ്ലൈകോയ്ക്ക് മറുപടിയില്ല. ഭക്ഷ്യധാന്യങ്ങൾ എവിടെയെന്ന് കണ്ടെത്താൻ വിശദമായ ഓഡിറ്റ് വേണമെന്നാണ് സപ്ലൈകോയുടെ നിലപാട്. ജീവനക്കാരെ തൽക്കാലം മാറ്റി നിർത്തി തലയൂരാനാണ് ശ്രമമെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. സപ്ലൈകോ ഉദ്യോഗസ്ഥർ തന്നെ പ്രതിയാകാൻ സാധ്യതയുള്ള സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. കഴിഞ്ഞ വർഷം സംഭരിച്ച നെല്ലിന്റെ പണം സർക്കാർ നൽകാത്തതിനാൽ നെൽകർഷകർ പ്രതിസന്ധിയിൽ. 220 കോടിയിലധികം രൂപയാണ് നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോ കർഷകർക്ക് നൽകാനുള്ളത്. കഴിഞ്ഞ വർഷം 25 രൂപ 30 പൈസയ്ക്കാണ് സപ്ലൈകോ നെല്ല് സംഭരിച്ചത്. ഇത്തവണ 26 രൂപ 95 പൈസയായി സംഭരിക്കുന്ന നെല്ലിന്റെ വില നിശ്ചയിച്ചു. ഇത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിലയാണ്. നെല്ലിന് ഉയർന്ന വില ലഭിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ കൃഷി ഇറക്കി കർഷകർ സപ്ലൈകോയ്ക്ക് നൽകി. കഴിഞ്ഞ വർഷത്തേക്കാൾ 68 മെട്രിക് ടൺ നെല്ലാണ് സപ്ലൈകോ സംഭരിച്ചത്. എന്നാൽ സംഭരിച്ച നെല്ലിന് പണം നൽകുന്നതിൽ സപ്ലൈകോ അലംഭാവം കാട്ടിയതായി കർഷകർ പറയുന്നു. കർഷകരുടെ ഉൽപ്പന്നമായ നെല്ല് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സംഭരിച്ചതിന് ശേഷം അതിൻ്റെ പണം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് ഈ വർഷം കൃഷി ഇറക്കാൻ
കർഷകർക്ക് പ്രതിസന്ധി വന്നിട്ടുണ്ട്. സംസ്ഥാന തലത്തിലെ കണക്ക് പ്രകാരം 2,20,000 മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചത്. ഈ ഇനത്തിൽ 595.37 കോടി രൂപ കർഷകർക്ക് ലഭിക്കണം. എന്നാൽ നൽകിയത് 374.44 കോടി രൂപ മാത്രം. അവശേഷിക്കുന്നത് 220 കോടിയോളം രൂപയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 30 കോടി 68 ലക്ഷം രൂപയാണ് കുടിശ്ശിക. 63% കർഷകർക്കും പണം നൽകിയെന്നാണ് സപ്ലൈകോ പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതും ബാങ്കുകളിൽ നിന്നും വായ്പയായി തുക ലഭിക്കാത്തതുമാണ് കുടിശ്ശിക വരാൻ കാരണമെന്ന് സപ്ലൈകോ പറയുന്നു. മാർച്ച് അവസാനം തന്നെ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും സപ്ലൈകോ ഉറപ്പു നൽകുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ലൈംഗിക പീഡന കേസിൽ വിടുതൽ ഹർജിയിൽ ഇന്നും വാദം തുടരും. പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായാൽ പ്രോസിക്യൂഷൻ വാദം ഇന്ന് ആരംഭിക്കും. അടച്ചിട്ട മുറിയിലാണ് കോടതി വാദം കേൾക്കുന്നത്. മാധ്യമങ്ങൾ തെറ്റായ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഭാഗം പ്രത്യേക ഹർജി ഫയൽ ചെയ്തിരുന്നു. ഇതിൽ വാദം പൂർത്തിയാക്കിയ കോടതി വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ബലാത്സംഗ കേസായതിനാൽ വിടുതൽ ഹർജി അംഗീകരിക്കാനാവില്ല എന്ന വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിക്കും. കഴിഞ്ഞ 5 തവണ കേസ് പരിഗണിച്ചപ്പോഴും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിൽ ഹാജരായിരുന്നില്ല. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളുടെ മാലിന്യം നീക്കുന്നത് വൈകുന്നു. അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും മാലിന്യം നീക്കൽ പൂർത്തിയായില്ല. സാങ്കേതിക കാരണങ്ങളാണ് മാലിന്യ നീക്കത്തിന് തടസ്സമെന്നാണ് കരാർ കമ്പനി വ്യക്തമാക്കുന്നത്. 2 ആഴ്ചയ്ക്കകം മാലിന്യം നീക്കം പൂർണ്ണമാകുമെന്നും കരാറുകാർ അറിയിച്ചു. ചെന്നൈ ആസ്ഥാനമായ വിജയ സ്റ്റീൽസാണ് മരടിലെ മാലിന്യ നീക്കത്തിനുള്ള കരാറെടുത്തത്. പൊളിച്ച 4 ഫ്ളാറ്റുകളുടെയും ഇരുമ്പ് കമ്പികളും കോൺക്രീറ്റുകൾ പൂർണ്ണമായും വേർതിരിച്ചാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമെന്ന് കരാറെടുത്ത കമ്പനി. നമുക്ക് ഈ സെഗ്രിഗേറ്റ് ചെയ്ത് കിട്ടാനായിട്ടുള്ളൊരു ഡിലേ മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് നമുക്ക് എല്ലാം കൂടെ ഇനി നമുക്ക് ഓരോ സൈഡിലും 10 വർക്കിംഗ് ഡേ കിട്ടിയാൽ മതി നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. 10 വർക്കിംഗ് ഡേയ്സ്. മാലിന്യം നീക്കം ചെയ്യുന്നതിലെ കാലതാമസം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മരട് നഗരസഭ അധ്യക്ഷ മോളി ജെയിംസ്. എത്രയും പെട്ടെന്ന് ഞാൻ ഇന്നലെയാണ് ചാർജ് എടുത്തിരിക്കുന്നത്. എങ്കിലും കഴിയുന്നതും പെട്ടെന്ന് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് മരട് മുനിസിപ്പാലിറ്റി. സമയക്രമം പാലിക്കാനായില്ലെങ്കിലും പരാതികളില്ലാതെയാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ. 2 ആഴ്ച കൊണ്ട് ഫ്ളാറ്റുകളുടെ അവശിഷ്ടം പൂർണ്ണമായും നീക്കം ചെയ്യാനാകുമെന്നാണ് കരാറുകാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. നിരോധിത മേഖലയിൽ ചട്ടവിരുദ്ധമായി വിദ്യാഭ്യാസ സ്ഥാപനം. കളമശ്ശേരിയിലെ ആൽബർട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്കെതിരെയാണ് പരാതി. ക്യാമ്പസിലെ പല കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അനുമതിയില്ലാതെയാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ആൽബർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ചട്ടവിരുദ്ധമായി കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ലത്തീൻ കത്തോലിക്ക സഭ വരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം. കൊച്ചി നഗരത്തിന്റെ രൂപരേഖ പദ്ധതി പ്രകാരം പൊതു തുറസായ മേഖല G1 G2വിൽ ഉൾപ്പെട്ട 12 ഏക്കർ സ്ഥലത്താണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ കളമശ്ശേരി കുസാറ്റിന് സമീപമുള്ള 12 ഏക്കറിൽ പല ഘട്ടങ്ങളിലായി 2,35,000 ചതുരശ്ര അടി കെട്ടിടങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 90,000 ചതുരശ്ര അടിക്ക് അനധികൃതമായാണ് അനുമതി ലഭിച്ചതെന്നും ശേഷിക്കുന്ന 1,40,45,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന കെട്ടിടങ്ങൾക്ക് നിർമ്മാണാനുമതിയോ കെട്ടിട നമ്പറോ ഇല്ലെന്നും ആക്ഷേപമുണ്ട്. ഏകദേശം 90,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് ഇല്ലീഗലായിട്ട് കെട്ടിട നമ്പറും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. അതിനെതിരെ മുനിസിപ്പാലിറ്റി തലത്തിൽ അന്വേഷണം നടക്കുകയാണ്. അത് ചെയ്തവരും അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടിലാവുന്നതാണ്. ഇത് കൂടാതെയാണ് ഈ പറയുന്ന AICTയുടെ നോംസ് അനുസരിച്ചിട്ട് ഒരു കാരണവശാലും പൊതുജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ടുള്ളൊരു സംഭവം വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലാത്ത ഒരു രീതിയിലുള്ള കാര്യങ്ങളും പാടില്ല എന്നിരിക്കുകയാണ്. ആ ചട്ടലംഘനം നടത്തിക്കൊണ്ട് അവർ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ആൽബർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കെട്ടിടം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട ഫയലുകളൊന്നും കളമശ്ശേരി നഗരസഭയിലുമില്ല. എന്നാൽ കെട്ടിടങ്ങൾക്ക് നിയമാനുസൃത അനുമതി ഉടൻ ലഭിക്കുമെന്നും ഇതിനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നുമാണ് കോളേജ് അധികൃതരുടെ വാദം. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനം കൊറോണ മുക്തമായെങ്കിലും ജാഗ്രത തുടരുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. മറ്റ് രാജ്യങ്ങളിൽ കൊറോണ വ്യാപിക്കുന്നതിനാൽ പൂർണ്ണമായും മുക്തമായെന്ന് പ്രഖ്യാപിക്കാനാകില്ല. സംസ്ഥാനത്ത് ആകെ 8 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലുണ്ട്. സംസ്ഥാനത്ത് കൊറോണ റിപ്പോർട്ട് ചെയ്ത ശേഷം നിരീക്ഷണ കാലയളവായ 28 ദിവസം പൂർത്തിയായി കഴിഞ്ഞു. ആദ്യ 3 പോസിറ്റീവ് കേസുകൾക്ക് ശേഷം കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ സംസ്ഥാനം കൊറോണ അഥവാ COVID-19 പൂർണ്ണമായി വിമുക്തമായെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ല. ലോകാരോഗ്യ സംഘടനയുടെ അടക്കം മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കൊറോണ പടർന്നു പിടിച്ച രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും കേരളത്തിലേക്ക് ആളുകൾ എത്തുന്നതിനാൽ നിരീക്ഷണം തുടരും. നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്, ലോകരാഷ്ട്രങ്ങളിൽ കൂടുതൽ രാഷ്ട്രങ്ങളിലേക്ക് ഇത് പകരുകയാണ്. അപ്പോൾ ഇറാനിലൊക്കെ വലിയ തോതിൽ വന്നു എന്നുള്ളതാണ്. മരണവും ഉണ്ടാവുന്നുണ്ട്.
അപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ഇവിടെ നിന്നൊക്കെ ആളുകൾ ഇനിയും കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് WHO ഒരു നിലപാടൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പൂർണ്ണമായും കൊറോണ ഒഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാത്തത് അതുകൊണ്ട്. ഇപ്പോൾ ഭീതിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്താകെ 136 പേർ നിരീക്ഷണത്തിലുണ്ട്. ഇതിൽ 8 പേർ ആശുപത്രികളിലാണ് നിരീക്ഷണത്തിലുള്ളത്. വീടുകളിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്ന 34 പേരെ ഒഴിവാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ 70ാം വാർഷികം ആഘോഷിച്ചു. ഇടപ്പള്ളി ആക്രമണത്തെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ടെന്ന് CPM നേതാവ് MM ലോറൻസ് ചടങ്ങിൽ പറഞ്ഞു. ഇടപ്പള്ളി സ്റ്റേഷൻ ആക്രമണം എങ്ങനെ ഉണ്ടായി? ഒരുപാട് തെറ്റിദ്ധാരണപരമായിട്ടുള്ള പ്രചരണം അതേ സംബന്ധിച്ച് അന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ആക്രമണത്തിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകരുടെയും അന്നത്തെ പോലീസുകാരുടെയും കുടുംബാംഗങ്ങളും വാർഷിക ചടങ്ങിനെത്തി. പ്രൊഫസർ MK സാനു, തമ്പാൻ തോമസ്, KMA മേത്തർ തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാന സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വടാട്ടുപാറയിൽ വനപാലകരുടെ സ്നേഹത്തണലിൽ കഴിഞ്ഞിരുന്ന കുട്ടിക്കുറുമ്പൻ മുത്തങ്ങയിലേക്ക്. വനപാലകരുടെ സാന്നിധ്യത്തിലാണ് വടാട്ടുപാറയിൽ നിന്ന് യാത്ര തിരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് വടാട്ടുപാറ പലവൻപുഴയുടെ സമീപം നാട്ടുകാർ കാട്ടാനക്കുട്ടിയെ കണ്ടെത്തിയത്. തുണ്ടം റേഞ്ച് ഓഫീസിലെ വനപാലകർ ആനയെ ഉള്ളിലാക്കി താൽക്കാലിക വേലി കെട്ടി. കാട്ടിൽ നിന്ന് ആനകളെത്തി കൂട്ടിക്കൊണ്ടുപോകും എന്ന പ്രതീക്ഷയായിരുന്നു വനപാലകർക്ക്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതുണ്ടായില്ല. വനപാലകരോട് നന്നായി ഇണങ്ങിയ ആനയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായതോടെയാണ് കുട്ടിയാന ശ്രദ്ധ നേടിയത്. തിരുവനന്തപുരത്തെ ഉറങ്ങാത്ത നഗരം പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ടെക്നോ പാർക്കും എയർപോർട്ടും പാളയവും തമ്പാനൂരും മാർച്ച് പകുതിയോടെ ഇവിടുത്തെ നിരത്തുകളിൽ സ്ഥാപനങ്ങൾ രാത്രിയിലും സജീവമാകും. പകൽ സമയങ്ങളിലെ വിലയും യാത്രാനിരക്കും തന്നെയാകും രാത്രിയിലും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും മുഴുവൻ സമയം സജീവമായ നിരത്തുകളും മാർച്ച് പകുതിയോടെ ഉറങ്ങാത്ത നഗരം പദ്ധതി യാഥാർത്ഥ്യമാകും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളുടെ യോഗം ഉടൻ ചേരും. എന്തായാലും തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുമെന്നുള്ള ഉറപ്പാണ് നൽകുന്നത്. മുഴുവൻ സമയം ഉണർന്നിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ ആകണമെന്ന് മേയർ ഫേസ്ബുക്കിലൂടെ ജനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു. 500-ലധികം കമന്റുകളെത്തി. കഴക്കൂട്ടം ഇഞ്ചക്കൽ ബൈപ്പാസ്, എയർപോർട്ട്, തമ്പാനൂർ, പാളയം, കിഴക്കേക്കോട്ട ഇങ്ങനെ നീണ്ടു ജനാഭിപ്രായം. അപ്പോൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, പല ആളുകൾ പറയുന്ന കേന്ദ്രങ്ങളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ടെക്നോ പാർക്ക്, നഗരത്തിൻ്റെ ഹൃദയഭാഗം, സെക്രട്ടേറിയറ്റ്, പാളയം തുടങ്ങിയ സ്ഥലങ്ങൾ, ഇതെല്ലാം തന്നെ ആളുകളുടെ അഭിപ്രായത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മാളുകൾ ഉൾപ്പെടെ രാത്രിയും തുറക്കുന്നത് പരിഗണനയിലുണ്ട്. എന്നാൽ രാത്രിയിലെ ഷോപ്പിങ്ങിന് ചെലവേറുമെന്ന ആശങ്ക വേണ്ട. രാത്രിയും പകലും ഒന്നുപോലെ തന്നെ. വിലയുടെ കാര്യത്തിലും മാറ്റം വരേണ്ടതില്ല, പിന്നെ യാത്രാ കാര്യങ്ങളിലും മാറ്റം വരേണ്ടതില്ല, അതിനൊന്നും ചാർജ് വർദ്ധിപ്പിക്കേണ്ടതില്ല. IT, വ്യവസായം, ടൂറിസം തുടങ്ങി നഗരത്തിന്റെ സമഗ്രമായ വികസനമാണ് നൈറ്റ് ലൈഫിലൂടെ ലക്ഷ്യമിടുന്നത്. പഠനത്തോടൊപ്പം ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്കും നൈറ്റ് ലൈഫ് പദ്ധതി പ്രയോജനകരമാവും. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായി വെള്ളം കടത്തിയ കുടിവെള്ള ടാങ്കറുകൾ പിടികൂടി. 3 ലോറികളാണ് പിടികൂടിയത്. വൻകിട ഹോട്ടലുകൾക്ക് വേണ്ടിയാണ് വെള്ളം കടത്തിയത് എന്നും കൂടുതൽ അന്വേഷണത്തിനു ശേഷം ഹോട്ടലുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നും തിരുവനന്തപുരം മേയർ പറഞ്ഞു. മൂന്ന് ടാങ്കറുകളാണ് റെയ്ഡിൽ പിടികൂടിയത്. കോർപ്പറേഷന്റെ അനുമതിയോടെ മാത്രമേ കുടിവെള്ളം വിതരണം ചെയ്യാനാകൂ. എന്നാൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാതെ വൃത്തിഹീനമായ കുളത്തിൽ നിന്നും കിണറുകളിൽ നിന്നും വെള്ളമെടുത്ത് വിൽപ്പന നടത്തുന്നവർക്കെതിരെയാണ് നടപടി. 2 ലോറികളും 1 ടാങ്കറുമാണ് പിടികൂടിയത്. 1 ലോറിയിൽ കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ ടോൾ ഫ്രീ നമ്പർ അടക്കം പ്രദർശിപ്പിച്ചിരുന്നു. നഗരത്തിലെ വൻകിട ഹോട്ടലുകൾക്ക് വേണ്ടിയാണ് വെള്ളം കടത്തിയതെന്നാണ് ലഭിച്ച വിവരം. സ്ഥിരീകരിച്ച ശേഷം ഹോട്ടലിന്റെ പേര് പുറത്തുവിട്ട് ഹോട്ടലിനെതിരെ നടപടിയെടുക്കുമെന്ന് മേയർ പറഞ്ഞു. അവരുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇക്കാര്യത്തിൽ വീണ്ടും ഇത്തരം നടപടികൾ ഉണ്ടായാൽ, പിന്നെ ആവർത്തിച്ചാൽ അവരുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന നടപടി അടക്കം നഗരസഭ എടുക്കുമെന്നുള്ള കാര്യത്തിൽ അറിയിക്കുക. കോർപ്പറേഷൻ ലോറികൾക്ക് പിഴ ചുമത്തും. തുടർന്ന് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിൽ റിപ്പോർട്ട് ചെയ്യും. റെയ്ഡ് തുടരുമെന്നും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം.
വയനാട് നാരോക്കടവ് ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി ബാണാസുര സംരക്ഷണ സമിതി. റെഡ് സോണിൽപ്പെട്ട ക്വാറിയുടെ പട്ടയം റദ്ദാക്കാൻ 1 വർഷം മുൻപ് അന്നത്തെ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് പരാതി. എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ പിൻവലിച്ചതിനാലാണ് ക്വാറി പ്രവർത്തനം തുടരുന്നത് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം. പാരിസ്ഥിതികാഘാതം നേരിട്ട പ്രദേശങ്ങളിൽ നിന്ന് 500 മീറ്റർ അകലെ മാത്രമേ ക്വാറികളുടെ പ്രവർത്തനം പാടുള്ളൂ എന്ന ഉത്തരവ് പ്രകാരം നാരോക്കടവ് ശില ബ്രിക്സ് ആൻഡ് ഗ്രാനൈറ്റ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഉത്തരവിട്ടിരുന്നു. ഈ മാസം 13 ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ക്വാറികൾക്കുള്ള നിയന്ത്രണം പിൻവലിച്ചതിനെ തുടർന്നാണ് മാർച്ച് 31 വരെ ക്വാറികൾക്ക് തുടർ പ്രവർത്തനാനുമതി ലഭിച്ചത്. എന്നാൽ മുൻ ജില്ലാ കളക്ടർ പട്ടയം റദ്ദു ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് ബാണാസുരമല സംരക്ഷണ സമിതിയുടെ പരാതി. ഇന്നലെ ഇന്നുമായി 100 കണക്കിന് ലോഡ് കല്ലാണ് ആ ക്വാറിയിൽ നിന്ന് പോയത്. ഈ ക്വാറി തുറക്കാനുള്ള ഒരു ഉത്തരവിനും ഒരു ഓഫീസിലും ഇതുവരെ ലഭിച്ചതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഈ ക്വാറിയുടെ 200 മീറ്റർ പരിധിയിലാണ് പെരുങ്കുളം, വാളാരം ആദിവാസി കോളനികൾ. കഴിഞ്ഞ 2 വർഷവും ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണിത്. ഇറക്കിയ ഉത്തരവ് പോലും നടപ്പിലാക്കാത്തതിൽ അമർഷത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 വയനാട്. മലമുകളിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി ഏത് നിമിഷവും ദുരന്തം വിതയ്ക്കും എന്ന ഭീതിയിലാണ് മുക്കത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളാണ് അപകട ഭീതിയിൽ കഴിയുന്നത്. കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളാണിത്. പ്രദേശത്തെ 160ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും ഏറെ ആശങ്കയിലാണ്. കുന്നിൻചെരുവിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂളിന്റെ 2 കിലോമീറ്റർ മുകളിലായി പ്രവർത്തിക്കുന്നത് ആനക്കല്ലമ്പാറ കരിങ്കൽ ക്വാറി. 70 ഡിഗ്രിയോളം ചരിഞ്ഞുകിടക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്വാറിക്കായി പ്രദേശത്തെ കുന്നിൻചെരുവുകൾ ഇടിച്ചു നിരത്തി. ക്വാറിയിൽ നിരന്തരമായി ഖനനം നടക്കുന്നതിനാൽ കുന്നുകളിൽ വിണ്ടുകീറി ഏതു നിമിഷവും താഴേക്ക് അടർന്നു വീഴുമെന്ന നിലയിലാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് ഈ ക്വാറിയുടെ പരിസരങ്ങളിലായി 8ഓളം സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഇവര് ഈ കോറി വ്യവസായം നടത്തി കോടികൾ ഉണ്ടാക്കുമ്പോൾ ഇവിടുത്തെ പാവങ്ങളെ അത്താഴപ്പട്ടിണിക്കാരൻ റേഷൻ അരി മേടിച്ച് കഞ്ഞി കുടിച്ചിരുന്നത് അത്താഴപ്പട്ടിണിക്കാരൻ അതിനെ താഴെ ജീവിക്കുന്നത് അവനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. ഞങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. 2018 പ്രകൃതി ദുരന്തത്തിൽ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ ദുരിതാശ്വാസ ക്യാമ്പാക്കി 2 കുടുംബത്തെ താമസിപ്പിച്ചെങ്കിലും മലവെള്ളമിരച്ച് സ്കൂളിലേക്ക് കയറിയതിനെ തുടർന്ന് ക്യാമ്പ് ഇവിടെ നിന്നും മാറ്റിയിരുന്നു. കരിങ്കൽ ക്വാറി പ്രവർത്തനം തുടർന്നാൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടില്ലെന്നും TC വാങ്ങി മറ്റു സ്കൂളുകളിൽ ചേർക്കാനുമാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ന്യൂസ് 18 മുക്കം. വേനൽ കടുത്തതോടെ കാട്ടുതീ ഭീതിയിലാണ് ഇടുക്കി ഹൈറേഞ്ച് മേഖല. വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലും മലമേടുകളിലും കാട്ടുതീ വ്യാപകമായി. കഴിഞ്ഞ ദിവസം അടിമാലി മേഖലയിലുണ്ടായ കാട്ടുതീയിൽ വീടിനും തീപിടിച്ചിരുന്നു. കാട്ടുതീ പ്രതിരോധിക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഹൈറേഞ്ചിലെ വിവിധയിടങ്ങളിൽ കാട്ടുതീ പടരുന്നുണ്ട്. അടിമാലി ടൗണിനോട് ചേർന്ന ജനവാസ മേഖലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം തീ പടർന്നു. ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തുണ്ടായിരുന്ന മറ്റു വീടുകൾക്ക് സമീപം വരെ തീ പടർന്നെങ്കിലും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും സമയോചിത ഇടപെടൽ ദുരന്തം ഒഴിവാക്കി. കാട്ടിലെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം ഇതുപോലെ തന്നെയാണ്. ഇത് കാട്ടുതീ തടയുന്നതിന് വേണ്ട നടപടികൾ ഈ വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇനിയും ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കുറേ കാട് കത്തി നശിക്കുകയും അതുപോലെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ തകരുകയും ചെയ്യുന്നു. ഏതാനും ദിവസമായി അടിമാലി കുരങ്ങാട്ടി മലമുകളിൽ കാട്ടുതീ പടരുന്നുണ്ട്. കുരിശുപാറ കോട്ടപ്പാറ മേഖലയിലടക്കം ഏക്കർ കണക്കിന് വനഭൂമിയാണ് ഒരാഴ്ച കൊണ്ട് കത്തി ചാമ്പലായത്. ന്യൂസ് 18 അടിമാലി. ചെട്ടികുളങ്ങരയിലെ കുംഭഭരണി ദിനത്തിൽ സദ്യവട്ടത്തിന് കൊഞ്ചും മാങ്ങ മുഖ്യ വിഭവം. ഉണക്കക്കൊഞ്ചും പച്ചമാങ്ങയും മുരിങ്ങക്കായും തേങ്ങ അരച്ച് പറ്റിക്കുന്ന കൊഞ്ചും മാങ്ങയും ഓണാട്ടുകരയിലെ പ്രത്യേക നാളിൽ കൊഞ്ചുമാങ്ങ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭവം തന്നെയാണ്. അതുണ്ടാക്കാത്ത ഒരു വീടും ഇല്ല. ചെട്ടികുളങ്ങരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം നോൺ വെജ് കഴിക്കാത്തവർക്ക് പോലും കുംഭഭരണി ദിനത്തിൽ നമുക്ക് കൊഞ്ചുമാങ്ങ കൊടുക്കുകയും ചെയ്യാം, അവർ കഴിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇതുണ്ടാക്കാനും വളരെ വളരെ എളുപ്പമാണ്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കഴിയാൻ പറ്റും. വലിയ പാടൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കൊഞ്ചുമാങ്ങ. കുംഭഭരണിക്ക് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രദേശത്ത് ഉണക്കക്കൊഞ്ചിന്റെയും പച്ചമാങ്ങയുടെയും കച്ചവടം പൊടിപൊടിക്കും. കിലോയ്ക്ക് 600 രൂപ മുതൽ 900 രൂപ വരെയാണ് ഉണക്കക്കൊഞ്ചിന്റെ നിലവിലെ വില. വില എത്രയേറിയാലും ചെട്ടികുളങ്ങര അമ്മയുടെ ഭക്തർക്ക് കൊഞ്ചുമാങ്ങയില്ലാതെ ഭരണിയാഘോഷം പൂർണ്ണമാകില്ല. ന്യൂസ് 18 ചെട്ടികുളങ്ങര.
ജലം പരിസ്ഥിതി വകുപ്പുകളിലെ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക പരിഹാരം കണ്ടെത്തുന്നതിനായി പാലക്കാട് സംഘടിപ്പിച്ച റീബൂട്ട് കേരള ഹാക്കത്തോണിന് തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപ്പും സംയുക്തമായാണ് 36 മണിക്കൂർ നീളുന്ന ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. ഓൺലൈൻ ഹാക്കത്തോണിലൂടെ ജലം പരിസ്ഥിതി വകുപ്പുകളിലെ പ്രാഥമിക പ്രശ്നങ്ങൾക്ക് മികച്ച നിർദ്ദേശങ്ങൾ നൽകിയ 30 ടീമുകളാണ് ഹാക്കത്തോണിൽ പങ്കെടുക്കുന്നത്. മാലിന്യ സംസ്കരണം, ദുരന്ത നിവാരണം, ജലശുദ്ധീകരണം, മീറ്റർ റീഡിംഗ്, ജലവിതരണം, അണക്കെട്ടിലേക്കും അണക്കെട്ടിൽ നിന്ന് പുറത്തേക്കും ഒഴുകുന്ന ജലത്തിന്റെ അളവ് കൃത്യമായി കണ്ടെത്തി വെള്ളപ്പൊക്ക സാധ്യത പ്രവചിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഹാക്കത്തോണിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ ലക്ഷ്യം. ഒരു ടീമിൽ 6 വിദ്യാർത്ഥികളാണ് ഉണ്ടാവുക. എൻവയോൺമെന്റിലും വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, 2 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് പഠിച്ച് ആ പ്രശ്നത്തിന് വിദ്യാർത്ഥികളിലൂടെ കഴിയുന്ന തരത്തിൽ പരിഹാരമുണ്ടാക്കി ഗവൺമെന്റിന് സമർപ്പിക്കുക, അതിനെ പ്രായോഗിക തലത്തിൽ വരുത്തുക. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഐഡിയ, അവരുടെ ഇന്നവേഷൻ, അവരുടെ ക്രിയേറ്റിവിറ്റി എന്നിവ ഉയർത്തി അവരെ ലോകത്തിനു മുൻപിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ സാങ്കേതിക രംഗത്ത് ഉയർന്നു ചിന്തിക്കുന്നവരാണെന്നൊരു ധാരണ ഉണ്ടാക്കുകയും അങ്ങനെ ഹയർ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളെ ഷോക്കേസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായ ഒരു ലക്ഷ്യം. ഒറ്റപ്പാലം ലക്കിടിയിലെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 36 മണിക്കൂർ നീളുന്ന ഹാക്കത്തോൺ ഇന്നു രാത്രി 8:30 സമാപിക്കും. തുടർന്ന് തെരഞ്ഞെടുത്ത 15 ടീമുകളുടെ പരിഹാര നിർദ്ദേശങ്ങൾ നാളെ അവതരിപ്പിക്കും. ഇതിൽ മികച്ച പരിഹാരം നിർദ്ദേശിച്ച 3 ടീമുകൾക്കാണ് സമ്മാനം ലഭിക്കുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ വിഷയങ്ങളിൽ 10 കേന്ദ്രങ്ങളിലായാണ് ഹാക്കത്തോൺ നടക്കുന്നത്. ഇതിൽ സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയും അല്ലാതെയുമുള്ള പരിഹാര മാർഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിക്കാം. അതിൽ ഏറ്റവും മികച്ചത് സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കും. ന്യൂസ് 18 പാലക്കാട്.